നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓരോ സെൻറ്റൻസും അത് ഒരു സ്ഥലത്ത് പോസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും തുടങ്ങാതെ ഒരു സെൻറ്റൻസ് കഴിയുമ്പോൾ ചെറിയ ഒരു കണക്റ്റിംഗ് വേർഡ് കൊടുത്തിട്ട് ആ ഇംഗ്ലീഷ് സെൻറ്റൻസിനെ നിർത്താതെ പോസ് ചെയ്യാതെ കൊണ്ടുപോവുകയാണ് എങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആകും എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാവും, സാധ്യതകളുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഒരു കണക്റ്റിംഗ് വേർഡ് വെച്ചിട്ടാണ് സെൻറ്റൻസുകളെ എന്താ പറയുക തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നത്. അവരെവിടെയും പോസ് ചെയ്യുന്നില്ല. ഓരോ കണക്ട് നമ്മൾ മലയാളം സംസാരിക്കുമ്പോഴാണ് എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അവിടെ ഒരു പിന്നെ, എന്നിട്ട്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഓരോ കണക്റ്റിംഗ് വേർഡ് കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്ത് സെൻറ്റൻസുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് നല്ലോണം അറിയുന്നവരൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുറച്ച് കണക്റ്റിംഗ് വേർഡ് നമ്മൾ പഠിക്കാൻ പോവാണ്. ഞാൻ കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞ തന്നെ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഇപ്പോൾ ഇവിടെ തരും, നിങ്ങളതൊന്ന് ക്ലിക്ക് ചെയ്യുക, പഠിക്കാം. ഇനി ആ ലിങ്കിൽ ഞാൻ ഓരോന്നും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ കണക്റ്റിംഗ് വേർഡ് ഇതാണ് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ആക്ച്വലി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക യഥാർത്ഥത്തിൽ എന്നുള്ളത്. നമ്മൾ കൂടുതൽ സത്യത്തിൽ എന്നൊരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ആക്ച്വലി സത്യത്തിൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആക്ച്വലി ഐ വാസ് വെരി ബിസി യെസ്റ്റർഡേ. സത്യത്തിൽ ഞാൻ ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു. അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ എന്നല്ലല്ലോ ഉപയോഗിക്കുന്നത്, സത്യത്തിൽ. ആക്ച്വലി ഐ വാസ് വെരി ബിസി യെസ്റ്റർഡേ. ഇന്നലെ ഞാൻ നല്ലോണം തിരക്കിലായിരുന്നു. ആക്ച്വലി ഐ ഡോണ്ട് നോ ദ ആൻസർ. എനിക്ക് ഉത്തരം അറിയില്ല. സത്യത്തിൽ എനിക്ക് ഉത്തരം അറിയില്ല കേട്ടോ. ആക്ച്വലി ഐ ഡോണ്ട് നോ ദ ആൻസർ. ഇനി ആക്ച്വലി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് സത്യത്തിൽ എന്നാണ്. ഇതേ പാരലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് വേർഡ് ഉണ്ട്. ഇപ്പൊ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആക്ച്വലി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വന്ന ആക്ച്വലി ഉപയോഗിച്ചിട്ടുള്ള ഒരു സെന്റൻസ് വേഗം നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്യൂ. 1 2 3 ചെയ്തോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡാണ് എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. എന്തായാലും നമുക്ക് ഇപ്പൊ തുടങ്ങാം. എനിവേ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, ഒരു സംസാരത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലോട്ട് നമ്മൾ സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എനിവേ ആണ് ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ തന്ന ലിങ്ക് നിങ്ങൾ കേൾക്കണം. അവിടെ ഓരോ കണക്റ്റിംഗ് വേർഡും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ വാസ് ടയേർഡ് ബട്ട് എനിവേ ഐ വെന്റ് ടു വർക്ക്. ഞാൻ ടയേർഡായിരുന്നു. ഐ വാസ് ടയേർഡ് ബട്ട്, പക്ഷേ എന്നാലും ഞാൻ ജോലിക്ക് പോയി. എന്നിരുന്നാലും അല്ലെങ്കിൽ എന്നാലും ഒക്കെ ഞാൻ ജോലിക്ക് പോയി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എനിവേ ഉപയോഗിക്കുന്നത്. എനിവേ എന്തായാലും, എന്നാലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ എനിവേ ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലോട്ട് നമുക്ക് സംസാരിച്ച് പോകാനും നമ്മൾ എനിവേ ആണ് ഉപയോഗിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നിങ്ങളുടെ ടൈമാണ്. വേഗം നിങ്ങളുടെ മനസ്സിൽ വന്ന സെന്റൻസ് ഒന്ന് കമന്റ് ചെയ്യൂ. 2 3 ഓക്കെ. By the way, where do you live? അപ്പോ നീ എവിടെ താമസിക്കുന്നത്? By the way, where do you live? അപ്പോ നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ നമ്മൾ ബൈ ദ വേ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചത് എന്തിനാണ്? ഈ എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കാര്യം ചോദിക്കണം. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ബൈ ദ വേ വേർ ഡു യു ലീവ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ പരിചയപ്പെട്ടു, ജോലിയും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഓർക്കുന്നത് അപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? ഹോസ്റ്റലിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്താണോ? അങ്ങനെ ഒരു അർത്ഥത്തിൽ നമ്മളൊരു കാര്യത്തിന് അതിൻ്റെ ഇടയിൽ കയറി വേറൊരു കാര്യമാണ് നാം സംസാരിക്കേണ്ടതെങ്കിൽ ബൈ ദ വേ വേർ ഡു യു ലീവ്, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ബൈ ദ വേ ഐ മെറ്റ് യുവർ ഫ്രണ്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ നിന്റെ സുഹൃത്തിനെ കണ്ടിരുന്നു. അവിടെ നമ്മൾ ബൈ ദ വേ നമ്മൾ വേറൊരു കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മളത് ഓർത്തു, ആ കാര്യം പെട്ടെന്ന് ഓർത്തിട്ട് നമ്മൾ പറയാണ് ബൈ ദ വേ ഐ മെറ്റ് യുവർ ഫ്രണ്ട് യെസ്റ്റർഡേ. ഇന്നലെ നിന്റെ ഫ്രണ്ടിനെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ബൈ ദ വേക്ക് പല അർത്ഥങ്ങളുണ്ട്. ബൈ ദ വേ എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പൂർണ്ണമായും ടേൺ ചെയ്ത് വേറൊരു കാര്യത്തിലോട്ട് നമുക്കൊന്ന് ഓർമ്മിപ്പിക്കൽ എന്ന പോലെ നമുക്ക് പറയണം. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ ദ വേ ആണ്. അപ്പോൾ ഇനി നിങ്ങളുടെ ടൈമാണ്, വേഗമാവട്ടെ. ഓക്കെ.
സോ നമുക്കറിയാം, നമ്മൾ പറയും അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പോൾ എന്നൊരു അർത്ഥവും കൂടിയുണ്ട് കേട്ടോ. അതുകൊണ്ട് അല്ലെങ്കിൽ അപ്പോൾ എന്നൊരു അർത്ഥവും കൂടിയുണ്ട്. I was tired, so I went to home. I was tired, so I went to home. എൻ്റെ ക്ലാസ്സുകൾ ഇത്രയും നാളും കേട്ടവർ ആരെങ്കിലും ഇതിലെ ആ തെറ്റൊന്ന് പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചേ. ചൂണ്ടിക്കാണിച്ചല്ലോ. അതിലെ തെറ്റ് ഞാൻ തിരുത്തുന്നില്ല. ഞാൻ പറഞ്ഞ ഈ സെന്റൻസിൽ ഒരു വലിയ തെറ്റുണ്ട്. ആ തെറ്റ് ഞാൻ തിരുത്തുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് തിരുത്തിയിട്ട് കമന്റ് ബോക്സ് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ സെന്റൻസ് ഇങ്ങനെയാണ്: ഐ വാസ് ടയേർഡ്, സോ ഐ വെന്റ് ടു ഹോം. തെറ്റ് വേഗം തിരുത്തുക, പറയുക. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ഞാൻ ടയേർഡായിരുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി. സെന്റൻസ് തെറ്റാണ്, കറക്റ്റ് ചെയ്യുക കേട്ടോ. ഐ വാസ് ടയേർഡ്, ഞാൻ ടയേർഡായിരുന്നു, സോ അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോയി. സോ വാട്ട് ആർ യു ഡൂയിങ് നൗ? അപ്പോ നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് നൗ? അപ്പോ നീ എന്താണ് ചെയ്യുന്നത്? സോ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് സോയാണ്. അപ്പോൾ സോയ്ക്ക് അപ്പോൾ എന്നും അതുകൊണ്ട് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്ന ഇനി നിങ്ങൾ ഇവിടെ സെന്റൻസ് അല്ല ഉപയോഗിക്കേണ്ടത്, പറയേണ്ടത് ഐ വെന്റ് ടു ഹോം എന്നാണ് ഞാൻ പറഞ്ഞ സെന്റൻസിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യേ. ബോറടിക്കുന്നുണ്ടോ നമ്മുടെ ക്ലാസ് കേട്ടിട്ട്? കഴിഞ്ഞൊരു ദിവസം ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലൈവ് ചെയ്തപ്പോൾ ഞാൻ കുറേ പേര് എൻ്റെ ഒപ്പം ലൈവിനുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് കേട്ടിട്ട് ബോറടിക്കുന്നവരുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന്. പക്ഷെ ആരും അതിൽ ബോറടിക്കുന്നു എന്ന് പറഞ്ഞില്ല. എല്ലാവരും സന്തോഷമായി എന്നാണ് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഇട്ടിട്ട് പോയ കുറേ പേരുമുണ്ട്. അവരൊക്കെ വീണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നെ ഒന്ന് ചുമ്മാ ഒന്ന് സന്തോഷിപ്പിക്കുന്നേ. ഐ വാണ്ടഡ് ടു ഗോ ബട്ട് ഐ വാസ് ബിസി. ബട്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബിസി ആയിരുന്നു. ഐ വാണ്ടഡ് ടു ഗോ ബട്ട് ഐ വാസ് ബിസി ആയിരുന്നു. ബട്ട് നിങ്ങൾക്കറിയാം, പക്ഷേ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്. ഐ വാണ്ടഡ് ടു ഗോ, പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഐ വാസ് ബിസി, ഞാൻ തിരക്കിലായിപ്പോയി. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ട് എന്നാണ്. പക്ഷേ, ഇനി പക്ഷേക്ക് നമ്മൾ കൂടുതൽ ഉദാഹരണങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു സന്തോഷം നിങ്ങൾക്ക് നിറഞ്ഞതാണ് ഒരു വാക്കാണ് ബട്ട് എന്നുള്ളത്. ദാറ്റ്സ് വൈ, അതുകൊണ്ട്. ദാറ്റ്സ് വൈ, അതുകൊണ്ട്. ഐ വാസ് ടയേർഡ്, ദാറ്റ്സ് വൈ ഐ വെന്റ് ടു ബെഡ് ഏർലി. ഐ വാസ് ടയേർഡ്, ദാറ്റ്സ് വൈ ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ ടയേർഡായിരുന്നു, ഞാൻ മടുത്തായിരുന്നു, ക്ഷീണിച്ചായിരുന്നു, അതുകൊണ്ട് ദാറ്റ്സ് വൈ ഐ വെന്റ് ടു ബെഡ് ഏർലി, ഞാൻ നേരത്തെ തന്നെ കിടന്നു. എങ്ങനെ പറയാ? ഐ വാസ് ടയേർഡ്, ദാറ്റ്സ് വൈ ഐ വെന്റ് ടു ബെഡ് ഏർലി, ഞാൻ അതുകൊണ്ട് നേരത്തെ കിടന്നു. അതുകൊണ്ട് ദാറ്റ്സ് വൈ, അതുകൊണ്ട് ദാറ്റ്സ് വൈ. ഐ വാസ് സിക്ക്, ദാറ്റ്സ് വൈ ഐ ഡിഡ്ന്റ് കം. I was sick, that's why I didn't come. എനിക്ക് പനിയായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ട്. പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്യൂ. ദാറ്റ്സ് വൈ. 1 2 3, വേഗം വേഗം, ക്വിക്ലി. ഓക്കെ. However, എന്നിരുന്നാലും. I was tired, however I finished my work. ടയേർഡ് ആയിരുന്നു, എന്നിരുന്നാലും ഞാൻ എൻ്റെ ജോലികളെല്ലാം തീർത്തു. ഐ വാസ് ടയേർഡ്, ഹൗവർ ഐ ഫിനിഷ്ഡ് മൈ വർക്ക്. ക്ലിയർ? അപ്പോൾ കുറച്ചെണ്ണേ ഞാൻ തന്നിട്ടുള്ളൂ. ഇനിയും കണക്റ്റിംഗ് വേർഡ്സ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് പറയാം ഇനിയും കണക്റ്റിംഗ് വേർഡ്സ് വേണം എന്നുള്ളത്. കണക്റ്റിംഗ് വേർഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര നമ്മുടെ സെന്റൻസിനെ ഭയങ്കര സ്ട്രോങ് ആക്കുന്ന ഒരു സാധനമാണ് കണക്റ്റിംഗ് വേർഡ് എന്നുള്ളത്. കണക്റ്റിംഗ് വേർഡ് അറിയില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് പാതി വഴിയിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ഇതാ തരാൻ പോവുകയാണ്. നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ ഞാൻ ഇത്രയും കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ് ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കൊടുക്കണം കേട്ടോ. അത് എഴുതുമ്പോൾ നിങ്ങൾക്ക് അർത്ഥങ്ങളെല്ലാം കൂടെ മനസ്സിൽ വരും. ചെയ്യാൻ നിങ്ങൾ മടിക്കണ്ട. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കണക്റ്റിംഗ് വേർഡ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത ദിവസവും ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരുന്നതാണ് കേട്ടോ. അപ്പോൾ
വേറെന്താണ്, നമ്മുടെ അടുത്ത് നേരിട്ട് സംസാരിച്ച് നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്, സംസാരിച്ച് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ എൻ്റെ നമ്പർ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ എന്നെ കോൾ ചെയ്തിട്ട് നമുക്ക് ഏത് സമയത്താണ് എപ്പോഴാണ് എന്നൊക്കെ സംസാരിച്ചാൽ നിങ്ങൾ പറയുന്ന സമയത്ത് ഫ്ലെക്സിബിൾ ആണ് ടൈം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ക്ലാസ് എടുത്ത് തരുന്നതാണ്. അത് പേഴ്സണലാണ്, 1:1 ക്ലാസ്സസ് ആണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നത്. അപ്പോൾ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ എന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഇതൊന്നും ഒരു കാരണമല്ല. ഇപ്പം ഞാനെന്നല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനു വേണ്ടി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ മറന്നു പോവുക ചെയ്യരുത്. പിന്നെ അഭിപ്രായങ്ങളും അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.